എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ബാബാമി യൂട്യൂബ് ചാനലിൽ എന്നൊരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനസിക സമ്മർദ്ദം എന്താണ്, മാനസിക സമ്മർദ്ദം എങ്ങനെ ഉണ്ടാകുന്നു, മാനസിക സമ്മർദ്ദം എന്തൊക്കെയാണ് അതിനുള്ള പോംവഴികൾ എന്നുള്ള ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പലരും വന്ന് എന്നോട് ചോദിച്ചു, ആ വീഡിയോ കംപ്ലീറ്റ് ആയോ, അതിന് മുന്നോട്ടുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പറയാൻ പറ്റാത്ത പല വേദനകളുമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാനസിക സമ്മർദ്ദം, നമുക്ക് നല്ല ഒരു ബന്ധം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ 100-ൽ 90% മാറിക്കിട്ടുന്ന ഒരു രോഗം തന്നെയാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. മാനസിക രോഗം അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുന്നത് ഒറ്റപ്പെട്ടു പോകുന്നവരിലാണ് ഉണ്ടാകുന്നത്. ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോൾ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചിലപ്പം ആരോട് പറയും നമ്മുടെ പ്രശ്നങ്ങൾ, ആരോട് നമ്മുടെ വേദനകൾ പറയും, ആരിതിനൊരു പരിഹാരം കണ്ടെത്തും എന്ന് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മുടെ മനസ്സ് വല്ലാതായി പോകുമ്പോഴാണ് നമുക്ക് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരാളോട് പറയുവാനെ കൊണ്ട് വേണ്ടി നമുക്കൊരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് മറ്റു പല മേഖലകളിലേക്കായിരിക്കും. ചിലപ്പോൾ ചിലര് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും, ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് അവസാനം ചെയ്യേണ്ടത് എന്ന് പോലും ഓർത്തു പോകുന്നതായ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കൊണ്ടുപോകും. നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനസിക സമ്മർദ്ദം ഏറ്റവും കൂടുതലായിട്ടുള്ളത് പുരുഷന്മാരിൽ തന്നെയാണ്. ഞാൻ അന്നും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരയാനറിയാത്ത മനുഷ്യരാണ് കൂടുതലും ആണുങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവരുടെ മനസ്സിലെ വിഷമങ്ങൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉരുകി തീരുകയാണ്. അവർക്ക് പറയാനെ കൊണ്ട് ആരുമില്ല. ചെറുപ്പകാലത്താണെന്നുണ്ടെങ്കിൽ അമ്മയോട് പറയാം, തന്റെ വേദനകളെ അമ്മയോട് പറയാം. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് അമ്മയുടെ മുന്നേ കരയാം. അപ്പം നമ്മുടെ ആ വേദനകൾ പകുതിയും മാറിക്കിട്ടും. പക്ഷെ മാറ്റങ്ങൾ മുന്നോട്ടായി കഴിയുമ്പോൾ, പടിപടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ജോലി സ്ഥലങ്ങളിലായി, അതുപോലെ തന്നെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നതായ മാനസിക പ്രശ്നങ്ങൾ പലപ്പോഴും പറയാനെ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അമ്മയോട് പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ കരയാനും പറ്റിയെന്ന് വരത്തില്ല. കാരണം നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ പല പ്രശ്നങ്ങളും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കരയാനും പറ്റത്തില്ല. അപ്പൊ നമ്മൾ അനുഭവിക്കുന്നതായ ആ വേദനകൾ, നമ്മൾ അനുഭവിക്കുന്നതായ അന്നേരത്തെ നമ്മുടെ സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ അത് നീറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല അടുത്ത ഒരു കൂട്ടുകാരൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരി, നമ്മളെ അറിയാവുന്ന, നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളുടെ മുന്നിൽ നമ്മുടെ മനസ്സുകളെ തുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കണ്ട് നമ്മുടെ കാര്യങ്ങൾ അവരുടെ മുന്നേ പറയാനെ കൊണ്ടുപോകും. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതിന് പരിഹാരം കണ്ടെത്താനൊക്കുമോ എന്നുള്ളത് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കാനും കൊണ്ടുപോകും. അപ്പം നമ്മുടെ പ്രശ്നങ്ങളെ ഏത് രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പോകുന്ന പലരും പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുമ്പോൾ, അയ്യോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളെ ഞാൻ മറ്റൊരാളുടെ മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എങ്ങനെ അതിനെ തരണം ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അവനത് എങ്ങനെ കാണും, അവനതെങ്ങനെ മനസ്സിലാക്കും, അവനതിന് താല്പര്യം ഉണ്ടാകുമോ എന്നുള്ള തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പകുതി മാനസികമായ പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യാൻ കൊടുക്കും. നമുക്ക് അവരുടെ മുന്നേ പറയാൻ കൊടുക്കും, അവരോട് സംസാരിക്കാൻ കൊടുക്കും. തുറന്നു പറയാനും പറ്റിയൊരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ പകുതിയും തീരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നുപെടുന്നതായ മേഖലകളൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വേദനകൾ കൂടുതൽ തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനാണ്, കടത്തിന്റെ കാര്യത്തിലാണോ, ജോലിയുടെ കാര്യത്തിലാണോ,
അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത കാര്യത്തിലാണോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരെ ഓർത്താണോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വിട്ടുപോയവരെ ഓർത്താണോ, നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ ഓർത്താണോ, അങ്ങനെ പല മേഖലകളിലും നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും, ആണുങ്ങൾ പല കാര്യങ്ങളും ആരോടും പറയാതെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവും, ചിലരെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചിരിച്ചു കാണിക്കാൻ പറഞ്ഞ് നമ്മൾ മറന്നുപോകും, സംസാരിക്കാൻ മറന്നുപോകും, പറഞ്ഞ കാര്യങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കാതായി പോകും. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളും, എന്താ പ്രശ്നം? നമ്മുടെ മാനസിക പ്രശ്നമാണ്. നമുക്ക് ഉറക്കമില്ല, നമുക്ക് ആഹാരം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശപ്പില്ല, നമുക്ക് ഒരിടത്ത് പോയി ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനും നമുക്ക് തോന്നത്തില്ല. കാരണം നമ്മുടെ മനസ്സ് എന്തോ ഒരു വല്ലാത്തൊരു നിയന്ത്രണ രേഖ കഴിഞ്ഞു പോകാന്ന് പറയത്തില്ലേ, അതേ രീതിയിലൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകുന്നതാണ് ഈ മാനസിക പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾക്ക് പോലും പിടിച്ചു നിർത്താനൊക്കാത്തതായ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ നമ്മൾ വല്ലാതെ അലയും. അപ്പം നമ്മുടെ ഈ മാനസിക പ്രശ്നങ്ങൾ പകുതി നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പകുതിയും രക്ഷപ്പെടാനെ കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പകുതിയും നമ്മുടെ മനസ്സിൽ നിന്ന് മാറും എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മാനസിക പ്രശ്നവുമായിട്ട് നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ മുന്നിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാതെ ചില സമയങ്ങളിൽ നിന്നു ചിലർ കണ്ടിട്ടുണ്ട്. ചിലർ ഇങ്ങനെ വന്നിട്ട് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ വന്നിരിക്കും. എന്താണ് ഇപ്പൊ പറയാൻ വന്നത്? മറന്നുപോയി. എന്താണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം? ഓർക്കുന്നില്ല. നീ പറഞ്ഞു കഴിഞ്ഞോ? എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ മുഖത്തുനിന്ന് നമുക്ക് കിട്ടാനും കൊടുക്കും. നമ്മൾ പോലും അറിയത്തില്ല ഇവരെന്തായി സംസാരിക്കുന്നതെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ വീട്ടിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി സ്ഥലത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളാകാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റോഡിൽ കൂടെ വണ്ടിയുമായിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുമായിട്ട് പോകുന്ന വഴിക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ പല ഏരിയകൾ നമുക്കിപ്പോൾ അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സമയമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെ തൊട്ട് വൈകിയോളവും വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം വെളുപ്പിന് വരെ അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഭൂമി ഇങ്ങനെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക, പിന്നെ അത്യാവശ്യം വ്യായാമം, അതുപോലെ തന്നെ വായന ഉണ്ടാവുക. നമുക്ക് എന്തെങ്കിലും ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കുക. നമ്മുടെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാനൊക്കും. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. കൂടെ ഒരു പുസ്തകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വായിക്കാനും കൊടുക്കും. സമയം കണ്ടെത്തുക, സംസാരിക്കാനെ കൊണ്ടായാലും വായിക്കാനായാലും. അതേപോലെ തന്നെ മറ്റൊരാളോട് നമ്മുടെ കാര്യങ്ങളെ തുറന്നു പറയുമ്പോൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടോ എന്നുള്ളതോട് നമ്മൾ ശ്രദ്ധിക്കണം. കേൾക്കാനുള്ള ഒരു മനസ്സുള്ളവരുടെ മുന്നിൽ മാത്രം നമ്മൾ നമ്മുടെ കാര്യങ്ങളെ സംസാരിക്കാവുള്ളൂ. അതിപ്പം ആരും ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആരും ആയിക്കോട്ടെ, നമ്മുടെ കാര്യങ്ങളെ കേൾക്കാനും നമ്മുടെ കാര്യങ്ങളെ മനസ്സിലാക്കാനും കഴിവുള്ളവരുടെ മുന്നിൽ മാത്രമേ നമ്മുടെ മനസ്സുകളെ തുറക്കാവുള്ളൂ. നമ്മൾ കാണുന്നതായ പല ചിരിക്കുന്ന മുഖങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പറയാൻ പറ്റാത്തതായ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന മനുഷ്യർ പുറമേ ചിരിച്ചു കാണിക്കുന്നത് നമുക്ക് കാണാനൊക്കും. എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ എങ്ങനെ പറയും? എനിക്കൊന്ന് കരയണമെന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ കരയും? എനിക്കൊന്ന് കുറേ നേരം വിശ്രമിക്കണമെന്നുണ്ട്, ഞാൻ എവിടെ ഇരിക്കും? എൻ്റെ പ്രശ്നങ്ങളെ ആര് കേൾക്കും? എനിക്ക് ആരുണ്ട് മുന്നിൽ? ഈ ചിന്തകളാണ് മനുഷ്യന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കും ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അവൻ ചിന്തിക്കുകയാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഞാൻ ആരോട് എന്നുള്ള ആ ഒരു ചിന്തയാണ്. ആ ചിന്തയാണ് അവനെ കൊണ്ട് ചിലപ്പോൾ മരണം വരെ എത്തിക്കുന്നത്. ആ മരണത്തിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് അവൻ്റെ ഉള്ളിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ ഇന്നതൊക്കെ ആയിരുന്നോ, അവന് പറയാൻ പറ്റാത്തതായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നോ, അതാണ് അവൻ്റെ മരണത്തിന് കാരണം. അല്ലെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ ചിന്തിച്ചു, ആ ചിന്ത നമ്മൾ നേരത്തെ കണ്ടില്ല, പിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.